നമുക്കിന്നൊരു ഹെൽത്തി ആൻഡ് ഈസി ആയിട്ടുള്ള ഒരു ചില്ലി ചിക്കൻ ഉണ്ടാക്കി നോക്കിയാലോ. സാധാരണ നമ്മൾ ചില്ലി ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ചിക്കൻ കോൺഫ്ലോറിലൊക്കെ മുക്കി വറുത്തെടുക്കണം, സോയാ സോസൊക്കെ ചേർക്കണം. സോയാ സോസ് ഒന്നും ചേർക്കാതെ ചിക്കൻ വറുക്കാതെ എളുപ്പത്തിൽ എന്നാൽ അതേ ടേസ്റ്റിൽ തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാം. ചിക്കൻ കോൺഫ്ലവറിൽ മുക്കി വറക്കൊന്നും വേണ്ട. അപ്പം നമുക്ക് ഒത്തിരി ഓയിലി അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ സോയാ സോസ് ഒന്നും യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് അതേ ടേസ്റ്റിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം നമുക്ക് നോക്കാം എങ്ങനെ ചില്ലി ചിക്കൻ ഉണ്ടാക്കാമെന്ന്. അതിനായിട്ട് ഞാനിവിടെ 500 ഗ്രാം ചിക്കനാണ് എടുക്കുന്നത്. 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ക്യാപ്സിക്കം, സവോള 2 എണ്ണം 4ആയിട്ട് മുറിച്ചിട്ട് സ്ലൈസ് ചെയ്തെടുത്താൽ മതി. കുറച്ച് വലിയ പീസായിട്ട് എടുക്കണം, തീരെ ചെറുതായിട്ട് സ്ലൈസ് ചെയ്യേണ്ട. സ്പ്രിംഗ് ഒനിയൻ 4 ടീസ്പൂൺ, കുരുമുളക് 1 ടീസ്പൂൺ, മുളക് പൊടി 1.5 ടീസ്പൂൺ. കാശ്മീരി മുളക് പൊടിയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതായിരിക്കും കുറച്ചുകൂടി നല്ല, നമുക്കൊരു കളർ കൂടെ കൂടുതൽ കിട്ടാൻ. പിന്നെ ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട്, ഒരു 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 3 ടേബിൾ സ്പൂൺ ഓയിൽ, 1/4 ടീസ്പൂൺ പഞ്ചസാര, കുറച്ച് മല്ലിയില. ഇനി നമുക്ക് ആദ്യം ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാം. അതിനായിട്ട് കഴുകി വൃത്തിയാക്കി ചിക്കനിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഈ മാഗ്നേറ്റ് ചെയ്ത ചിക്കൻ ഒരു 30 മിനിറ്റേക്ക് ഇതിങ്ങനെ മാഗ്നേറ്റ് ചെയ്ത് വെക്കണം. ഇതിപ്പോൾ 30 മിനിറ്റ് മാഗ്നേറ്റ് ചെയ്ത ചിക്കനാണ്. നമുക്കിതിനി വേവിക്കാൻ വെക്കാം. നമ്മളിവിടെ വറുത്തല്ല ഉണ്ടാക്കുന്നത്, വേവിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ ഒരു പാനിലേക്ക് ചിക്കൻ ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഈ ചിക്കൻ നമുക്ക് വേവിക്കാൻ വെക്കാം. ഇനി നമുക്ക് ഗ്രേവി തയ്യാറാക്കാം. അതിനായിട്ട് പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു ബ്രൗൺ നിറമാകുന്ന വരെ, പച്ചമണം ഒന്ന് മാറണം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള കൂടി ചേർത്ത് കൊടുക്കുക. സവോള നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നല്ല ബ്രൗൺ നിറം വരെ ആവണ്ട, നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടിയാൽ മതി. ഇപ്പോൾ സവോള നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം ചേർക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ക്യാപ്സിക്കത്തിൻ്റെയും പച്ചമണം മാറി നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്നിടം വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ സവോളയും ക്യാപ്സിക്കവും നന്നായിട്ടൊന്ന് വഴണ്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഒനിയൻ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് നന്നായി വഴണ്ട് പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. നമ്മൾ എടുത്തിരിക്കുന്ന മുളക് പൊടിയിൽ ബാക്കിയുള്ള 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പൊടിയുടെ പച്ചമണം ഒന്ന് മാറണം. ഇനി ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരു 1/4 കപ്പ് വെള്ളം മതി. കാരണം ഒത്തിരി ഗ്രേവിയുടെ ആവശ്യമില്ലല്ലോ, നമുക്കൊരു കുറച്ച് ഗ്രേവി മതി. തിക്കായിട്ടൊരു കുറച്ച് ഗ്രേവിക്ക് ഒരു 1/4 കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യം മതി. ഒത്തിരി തിക്കാണ് ഒരു കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുക. ഒരു 1/4 കപ്പ് തൊട്ട് 1/2 കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇനി ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി മിക്സിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഗ്രേവിയൊക്കെ ചിക്കനിൽ പിടിക്കണം. നന്നായി മിക്സ് ചെയ്യുക. നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഒന്ന് മിക്സ് ചെയ്തൊരു ചെറിയ തിള വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് നന്നായിട്ട് മിക്സായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കി വെച്ചുള്ള സ്പ്രിംഗ് ഒനിയൻ കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഇപ്പം നമ്മുടെ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിയില ചേർത്ത് തീ ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. വറുത്ത് സോസ് ചേർത്തുണ്ടാക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഈ ചില്ലി ചിക്കൻ കിട്ടും. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ.